ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും D1 വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നല്ല മൊരിഞ്ഞ ഒരു ഉഴുന്നുവട ഉണ്ടാക്കിയാലോ? എല്ലാവരും വായോ. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ചെറിയ ബൗള് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ 3-4 പ്രാവശ്യം വെള്ളമൊഴിച്ച് ഞെവടി കഴുകിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ അഴുക്കും പൊടിയും പൊട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ആർക്കും ഉഴുന്നുവട ശരിയാവുന്നില്ല എന്ന് പറയരുത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഉഴുന്നൊക്കെ ദാ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതിൽ ഒരു 3-4 സ്പൂണ് വെള്ളം മാത്രം ചേർത്താൽ മതി. നിങ്ങൾ അരയ്ക്കുമ്പോൾ അധികം വെള്ളമൊന്നും ചേർത്ത് അരയ്ക്കല്ലോ കേട്ടോ. നല്ല രീതിയിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ മാവിൻ്റെ പാകമെന്ന് പറയുന്നത് നമ്മൾ അരച്ചതിന് ശേഷം ലേശം മാവെടുത്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്താൽ ആ വെള്ളത്തിലേക്ക് ഈ മാവൊന്ന് ഇട്ട് നോക്കുക. അപ്പോൾ ആ മാവ് വെള്ളത്തിന് മേലെ പൊന്തി നിൽക്കും. അതാണ് ആ മാവിൻ്റെ പാകമെന്ന് പറയുന്നത്. ഇനി ഈ മാവ് മിക്സിയുടെ ജാറിൽ നിന്നൊരു പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ കൈകൊണ്ട് ഈ മാവൊന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഉള്ളിയും പച്ചമുളകും ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്ന സമയം മാത്രമാണ് ഞാൻ ഈ മാവൊന്ന് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവോള കൊത്തിയരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, കുരുമുളക് പൊടി, കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ വടയൊന്ന് നല്ല മുരുമുരാന്ന് കിട്ടുന്നതിനായിട്ട് ഒരു 2 സ്പൂണ് റവയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവയെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ. കൈകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് പിന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് മാവുകളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കൈ നല്ല രീതിയിലൊന്ന് വെള്ളം നനച്ചതിന് ശേഷം കയ്യിലേക്ക് മാവെടുത്ത് അതിൽ ഓട്ടയിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഇത് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഉള്ളു വേകണമല്ലോ. അപ്പോൾ ബാക്കി മാവുകളെല്ലാം എണ്ണയിലിട്ട് നല്ല രീതിയിൽ വട വറുത്തെടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.